ഹലോ, വെൽക്കം ടു അജി കിച്ചൺ. ഇന്ന് ഞാനൊരു തേങ്ങയും ശർക്കരയും കൊണ്ട് ഒരു ഉണ്ട ഉണ്ടാക്കാൻ പോയേ. നല്ലൊരു സ്വീറ്റാണ്. അതിന് വേണ്ടിയിട്ട് 2.5 തേങ്ങ, വലിയ 2 തേങ്ങയും പിന്നെ 1 മുറി തേങ്ങ, ഒരു തേങ്ങയുടെ പാതി, അങ്ങനെ 2.5 മുറി തേങ്ങ ചിരുകി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കട്ടയില്ലാതെ ചിരുകണേ. അത് ഒരുവിധം വിളഞ്ഞ തേങ്ങയായിരിക്കണം. അങ്ങനെ അതാണിത്. പിന്നെ 1 കിലോയുടെ ശർക്കരപ്പൊടി. ഇന്ന് നമുക്കിനി തുടങ്ങാം. നമുക്ക് ഗ്യാസ് ഓണാക്കാം. ഒരു ഉരുളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഉരുളിയിലോട്ട് ഈ ശർക്കര ഇട്ട് കൊടുക്കേ. ഇതിനകത്ത് കുറച്ച് വെള്ളം എന്ന് പറഞ്ഞാൽ 1/2 ഗ്ലാസ് വെള്ളം അതൊഴിച്ചു കൊടുത്ത് ശർക്കര എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഉരുക്കിയെടുക്കാം. നമുക്ക് മൂളിച്ചെടുപ്പൊന്നും ആക്കണ്ട. അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ്, ലൈക്ക്, ഫോളോ, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ നല്ലതാണ്. ഇതൊന്ന് തിളച്ച് വരട്ടെ. ഓക്കെ, നമ്മുടെ ശർക്കര തിളച്ച്, ഈ തിളച്ച ശർക്കരയിലോട്ട് ഈ ചെറിയ ചിക്കൻ തേങ്ങയില്ലേ അതിട്ട് കൊടുക്കുക. ഇനി ഈ തേങ്ങ ഈ ശർക്കരയിൽ കിടന്ന് നല്ലതുപോലെ വഴന്ന് കിട്ടണേ. നല്ലതുപോലെ വഴക്കണം. അതുവരെ നമുക്ക് ഇളക്കിയെടുക്കാം. അത് പെട്ടെന്ന് വഴന്ന് കിട്ടിക്കോളും. എല്ലാം നല്ലതുപോലെ മിക്സാക്കി കൊടുക്കുക. ഈസിയായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു സ്വീറ്റാണ്. ഓക്കെ, ഇപ്പം മാക്സിമം ഇട്ട് തന്നെ കൊടുക്കട്ടെ. ഓക്കെ, നമ്മുടെ ശർക്കരയും തേങ്ങയും കൂടെ കിടന്നു നല്ല വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഒരു 8 മിനിറ്റ് ഞാൻ ഇളക്കിയതാണ്. ഓക്കെ, ഇനി ഇതിനകത്തോട്ട് 1 നുള്ള് ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ല മിക്സ് ചെയ്യാം. ഇതിലോട്ട് ഒരു 8 ഏലക്കായും 2-3 ടീസ്പൂൺ പഞ്ചസാരയും കൂടിയിട്ട് പൊടിച്ചെടുത്തതാണ്. അതിട്ട് കൊടുക്കാം. ഇതൊക്കെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് നെയ്യ്, ഇപ്പം ഞാൻ 3 സ്പൂണാണ് ഒഴിച്ചത്. ഇതൊരു 4 ടേബിൾ സ്പൂണോളം അടുത്ത് നെയ്യുണ്ടേ. ഇതെല്ലാം നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് സിമ്മിൽ വെച്ചിട്ട് ഇനി ഇതിനകത്തോട്ട് മാവ് എടുത്തോട്ട് 1/2 കിലോ അപ്പത്തിൻ്റെ മാവാണത്. അരിപ്പൊടിയാണേ. അപ്പത്തിൻ്റെ അരിപ്പൊടി ഞാനിപ്പോൾ 1/2 കിലോ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് 2 തവി മാവ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. കുറേ ഇട്ട് കൊടുക്കാം.
തീരെ സിമ്മിലാണ് കിടക്കുന്നത്. അര കിലോ പൊടി തന്നെ ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി തീ കൂട്ടരുത്. ഈ തീയിൽ തന്നെ, ഈ സിമ്മിൽ തന്നെ ഇങ്ങനെ ഇളക്കി എടുക്കണം. ഇനി ഇത് മാവ് ഈ തീ കിടന്ന് നല്ല വേവട്ടെ. ഒരു ഏകദേശം ഒരു 5 മിനിറ്റോളമായി ഞാനിപ്പോൾ ഈ സിമ്മിലാണ് ഇത് കിടക്കുന്നത്. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് റെഡിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ഒരു ടേബിൾ സ്പൂണും കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കണേ. ഇത് ടേബിൾ സ്പൂൺ അല്ല, ഇച്ചിരി വലുതാണ്. ഏകദേശം ഇതൊരു 1.5 ടേബിൾ സ്പൂണോളം വരെ. എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഈ നെയ്ക്ക് പകരം നെയ്യാണ് നല്ലത്. ഇതിനകത്ത് ഈ തേങ്ങയ്ക്കും നല്ല ടേസ്റ്റാണ്. തേങ്ങയും ശർക്കരയും നെയ്യും കൂടെ ഉള്ള നല്ല മിക്സ് ചെയ്യാം. ഇപ്പോൾ ഒരു 5-6 ടേബിൾ സ്പൂണോളം നെയ്യ് ആയിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് കൂടി ഇങ്ങനെ കിടക്കട്ടെ. നമ്മുടെ തേങ്ങ ഉണ്ട റെഡിയായേ. ഞാനിപ്പോൾ 3 മിനിറ്റും കൂടി ഇങ്ങനെ ഇട്ടിരുന്നു. സിമ്മിലാണ് മാവിട്ടതിന് ശേഷം ഞാൻ തീ സിമ്മിലാണ് ഇട്ടിരുന്നത്. അതിന് മുമ്പേ ഫുൾ തീയിലിട്ടാണ് തേങ്ങ റെഡിയാക്കിയെടുത്തത്. അതൊരു 8 മിനിറ്റ് സമയമെടുത്തേ. ഇനിയിപ്പോൾ ഇത് മതി. ഓക്കെ, ഗ്യാസ് ഓഫാക്കാം. ഇനി ഇത് ഒന്ന് ചെറിയൊരു തണുപ്പ്, നമുക്ക് കൈക്ക് പിടിക്കുന്ന ആ പരുവം വരെ, ആ തണുപ്പാവുന്നത് വരെ നമുക്കിത് വെച്ചേക്കാം. എന്നിട്ട് അത് നല്ല തണുപ്പ് വരുത്, ഉരുട്ടാൻ പാടില്ല. പിന്നെ ഒന്ന് തണുക്കട്ടെ, ചെറിയൊരു തണുപ്പ് മാറട്ടെ, നമ്മുടെ കൈ പിടിക്കാൻ പറ്റുന്ന ആ തണുപ്പ് വരട്ടെ. നോക്കിയേ, നമ്മുടെ തേങ്ങ ഉണ്ടയുടെ കൂട്ട് ചൂടുണ്ട്, എന്നാലും നമ്മുടെ കൈ കൊണ്ട് പിടിക്കാൻ പറ്റുന്ന ചൂടാണേ. ഇത് കുറേശ്ശെ എടുക്കാം. ഇതുപോലെ ചൂട് വേണേ, കൈ പറ്റുന്ന ആ ചൂട് വേണം. നല്ല ചൂടിൽ കൊണ്ട് കൈയിട്ട് കൊടുക്കരുത്. അതിന് ചൂടുണ്ട്. നല്ല ടേസ്റ്റ്, നല്ല മണമാണ് ഇതിനിപ്പം. എന്ത് മണമാണെന്നറിയോ? ആ തേങ്ങയുടെയും ശർക്കരയുടെയും നെയ്യുടെയും.
ഇതുപോലെ ഞാൻ എല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കട്ടെ. ഓക്കെ, നമ്മളെ ലാസ്റ്റ് ഒട്ടയും ഉരുട്ടിയെടുത്ത്. ഓക്കെ, ഇനിയിപ്പോൾ ഇത് തണുത്ത് പോയത്, ഇനിയിപ്പോൾ ഇത് ഉരുണ്ട് പിടിക്കത്തില്ല. കണ്ടില്ലേ, തണുത്ത് പോയതുകൊണ്ട് നമുക്ക് മാറ്റാം. ഇപ്പം നമ്മുടെ തേങ്ങ ഉണ്ട റെഡി. നല്ല ചെറിയ ചൂടുണ്ട് കേട്ടോ, ചെറിയ ചൂടല്ല, ഒരുവിധം ചൂടിൽ വേണം ഇത് ഉരുട്ടി എടുക്കാനായിട്ട്. ഓക്കെ, നല്ല ടേസ്റ്റാണ്, നല്ല അടിപൊളി ഉണ്ടയാണ്. ഓക്കെ, നല്ല സോഫ്റ്റും ആണേ, കണ്ടോ, നല്ല ഉണ്ടയാണ്. നമുക്ക് ഇപ്പം ഞാനിപ്പോൾ തോനെ ഉണ്ടാക്കി 2 തേങ്ങയല്ലേ ഉള്ളത്, അല്ല നമുക്ക് അരമുറി തേങ്ങയ്ക്ക് ഉണ്ടാക്കാം. അതനുസരിച്ച് പഞ്ചസാരയൊക്കെ എടുത്താൽ മതി. അല്ല, പഞ്ചസാരയല്ല, ശർക്കര എടുത്താൽ മതി. നെയ്യ് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്താൽ മതി. ഇതിപ്പോൾ 2 മുറി തേങ്ങ ആയതുകൊണ്ടാണ് ഇത്രയും ഒരു 6 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചത്. ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. ഓക്കെ, കിലോ കണക്കിന് തേങ്ങ ഉണ്ടയാണ് റെഡിയാക്കി എടുത്തേക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.